Hi students, welcome back. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആയിരുന്നു. ലോസ് ഓഫ് മോഷനിൽ ന്യൂട്ടൺസ് ലോസ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എക്സ്പ്ലെയിൻ ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ, ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടിലേക്ക് എടുക്കുന്നു. ലോസ് ഓഫ് മോഷൻ നെക്സ്റ്റ് പാർട്ടാണ് ഫ്രിക്ഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഫ്രിക്ഷൻ? ഇപ്പോൾ ഫ്രിക്ഷനെ കുറിച്ച് നമുക്ക് ഈ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, ഈ ക്ലാസ്സിൽ ഇന്ന് ഫ്രിക്ഷനെ കുറിച്ച് മാത്രമാണ് പഠിക്കേണ്ടത്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട ഘർഷണം. എന്താ ഫ്രിക്ഷൻ ഓർ ഘർഷണം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്കറിയാം, ഒരു കാറ് സ്പീഡ് പോകുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അത് നല്ല റഫ് റോഡിലാണെങ്കിൽ പെട്ടെന്ന് അത് റെസ്റ്റിലാവുന്നുണ്ട്. അതേസമയം സ്മൂത്ത് റോഡിലാണെങ്കിലോ പെട്ടെന്ന് റെസ്റ്റിലാവുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് നല്ല സ്മൂത്തായുള്ള നല്ല റോഡാണ്, റോഡ് നനഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ടയറാണെങ്കിൽ ടയറും എന്ത് ചെയ്യുന്നു? സ്മൂത്താണ്, അതിലെല്ലാം തേയ്മാനം സംഭവിച്ചു. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? സ്കിഡായി പോകില്ലേ? അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെ നമുക്കറിയാം, ഈ ഫ്ലോറിലൂടെ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് ഈ ഫ്ലോറിലെല്ലാം സ്മൂത്തായി ഇവിടെ കംപ്ലീറ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്തു. ഓയിൽ സ്പ്രെഡ് ചെയ്ത് നിങ്ങൾ അവിടെ കാല് വെക്കുന്ന സമയത്തേക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ നിരങ്ങി വീണ് പോകില്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ല, അല്ലാത്ത സമയത്ത് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഘർഷണം, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. ഇത് തന്നെയായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ ഫാളസി. നമ്മുടെ ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ അരിസ്റ്റോട്ടലിസ് ഫാളസിയാണ്. അരിസ്റ്റോട്ടൽ ഈ ഫ്രിക്ഷനെ കുറിച്ച് അറിയില്ലായിരുന്നു, അതായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ പ്രോബ്ലം. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ? ആക്ച്വലി ഫ്രിക്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സർഫസ്. ഒരു പ്രതലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫ്രിക്ഷൻ. അതായത് എല്ലാ പ്രതലത്തിലും എല്ലാ സർഫസിലും ഒരേപോലെ അല്ല ഫ്രിക്ഷൻ ഉള്ളത്. ഞാൻ പറഞ്ഞു, റഫ് സർഫസിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, സ്മൂത്ത് സർഫസിലാവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഇവിടെ ഓരോ സർഫസിനെയും പ്രോപ്പർട്ടിയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സർഫസ് ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി ഓവർ ദാറ്റ് സർഫസ്. അതായത് ഒരു സർഫസിലൂടെ ഒരു ബോഡി റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണെന്ന് വിളിച്ചത് ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുന്നു. ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾ ബാക്കോട്ട് മൂവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ബാക്കോട്ട് മൂവ് ചെയ്യാതെ? നിങ്ങൾ കാലുകൊണ്ട് ഇങ്ങനെ ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്, ഇങ്ങനെ ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ബാക്കോട്ട് സ്ലിപ്പായി പോകുന്നില്ലല്ലോ. എന്തേ കാരണം? ഈ സർഫസ് എന്ത് ചെയ്യുന്നുണ്ടോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ടോയ് കാർ ഇങ്ങനെ ഉരുട്ടി വിട്ടാൽ എന്താ സംഭവിക്കാം? അല്പം ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ അത് റെസ്റ്റിലാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് റെസ്റ്റിലാവുന്നത്? ഈ സർഫസിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കാർ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ടോയ് കാർ വളരെ സ്മൂത്തായുള്ള സർഫസിലൂടെ റൺ ചെയ്യുന്നെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അതേസമയം റഫ് സർഫസിലൂടെ ആണെങ്കിലോ വളരെ കുറച്ച് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പം ഇവിടെ എന്ത് ശ്രദ്ധിച്ചാൽ, ഓരോ സർഫസ് മാറുന്ന സമയത്തും ഇവിടുത്തെ ഒപ്പോസിങ് ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ്, ഇതിനെ പ്രതിരോധിക്കുന്ന ബലം, അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണെന്ന് വിളിച്ചത് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സിനെ വിളിച്ചത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ്. ഫ്രിക്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സർഫസ്. ഫ്രിക്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സർഫസ്. അതൊരു പ്രത്യേകത. ബൈ വിച്ച് അതെന്ത് ചെയ്യുന്നു? ബൈ വിച്ച് ഇറ്റ് ക്യാൻ ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി ഓവർ ദാറ്റ് സർഫസ്. ആ സർഫസിലൂടെ ഒരു ബോഡി റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണെന്ന് വിളിച്ചത് ഫ്രിക്ഷൻ. ഓക്കെ. അപ്പോൾ ദ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദി ബോഡി ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്തൊക്കെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത? ആക്ച്വലി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഈസ് വെരി നെസസറി ബട്ട് ഇറ്റ് ഈസ് എൻ എവിൽ. ഇപ്പോൾ ഒരു തവണ എക്സാമിൽ ചോദിച്ചിരുന്നു, ഫ്രിക്ഷൻ ഈസ് എ നെസസറി എവിൽ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഫ്രിക്ഷൻ നെസസറി ആണ്, അതേപോലെ തന്നെ എവിലാണ്. എപ്പോഴാണ് നെസസറി ആവുന്നത്? നിങ്ങൾ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഫ്രിക്ഷൻ വേണ്ടേ? ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഫ്ലോറിങ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റോ ടൈൽസോ അല്ലെങ്കിൽ മാർബിളായിട്ടൊക്കെ ആയിരിക്കുമല്ലോ, മാർബിളൊക്കെ ആയിരിക്കും. അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യും. എന്നിട്ടൊന്ന് ഓടി നോക്ക്, നടക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ കാരണം? നീ കാലം അവിടെ വെക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തെന്നി വീഴുന്നു.
അപ്പോൾ അവിടെ നമ്മൾ നടക്കാൻ സഹായിക്കുന്ന ഏതാ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിലൂടെ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കുന്നത്. ഇനി അതേപോലെ ഒരു മരത്തിൽ കയറുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. മരത്തിൽ കയറുന്ന സമയത്ത് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ മേലേക്ക് കയറുന്ന സമയത്ത് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ താഴേക്ക് വീണ് പോകില്ലേ? അപ്പോൾ അവിടെയും ഫ്രിക്ഷൻ നെസസറിയാണ്. അതുപോലെ വെഹിക്കിളിൻ്റെ ബ്രേക്കുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വെഹിക്കിളിൻ്റെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ആ വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആരെങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് റെസ്റ്റിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് റെസ്റ്റിലാവുന്നത്? അത് റഫ് സർഫസിലായ സമയത്ത് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഈ ബ്രേക്ക് പിടിക്കുന്നത് വളരെ സ്മൂത്തായുള്ള സർഫസിൽ, ഓയിലി സർഫസിലാണ്, നല്ല മിനുസമുള്ള സർഫസിലാണ് അവിടെ പോയിട്ട് ആ ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ നിൽക്കുമോ? നിങ്ങളെല്ലാം സ്കിഡായി പോകില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ബ്രേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ വേണം. ഇതേപോലെ ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ഇവിടെ ഈ മാർക്കറോടെ വെച്ചു. ഈ മാർക്കറോടെ നിൽക്കാനുള്ള കാരണം എന്താ? ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ചെറിയൊരു ചരിവുണ്ട്, താഴേക്ക് വീണ് പോകും. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഈസ് നെസസറി. ഫ്രിക്ഷൻ നമുക്ക് നെസസറിയാണ്. ബട്ട് ഇറ്റ് ഈസ് എൻ എവിൽ. ഇത് ഒരു ബുദ്ധിമുട്ട് കൂടിയാണ്, ഒരു എവിലാണ്. എവിടെയാണ് എവിലാവുന്നത്? ഫ്രിക്ഷന് ഫലമായിട്ട് നമുക്ക് ഒരുപാട് എനർജി വേസ്റ്റേജ് ഉണ്ട്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകൾ, ഇലക്ട്രിക്കൽ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഫ്രിക്ഷന് ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ എനർജി നമുക്ക് നഷ്ടപ്പെടുന്നു. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എനർജി ക്രൈസിസ് തന്നെയാണ്. അപ്പം ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്രിക്ഷൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എൻ എവിൽ. അപ്പോൾ ഫ്രിക്ഷൻ നെസസറിയാണ്, ബട്ട് ഇറ്റ് ഈസ് എൻ എവിൽ. അതൊരു ബുദ്ധിമുട്ട് കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഈ ഫ്രിക്ഷൻ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഫ്രിക്ഷൻ കൂട്ടാം, നമുക്ക് ഒഴിവാക്കുന്ന സ്ഥലത്ത് കുറയ്ക്കുകയും ചെയ്യാം. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ. ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് ലൂബ്രിക്കേഷൻ. ഒന്ന് സ്മൂത്തനിങ്, വളരെ മിനുസമുള്ളതാക്കി മാറ്റുക. മിനുസമുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ? ഫ്രിക്ഷൻ കുറയും. അത് രണ്ടാമത്തതാണ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കൻസ് കൊടുക്കുക. ഓയിൽ കൊടുക്കുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്താണ് സ്ട്രീം ലൈനിങ്. ഇതിൻ്റെ ഷേപ്പ്, അതായത് നമുക്കറിയാം എയറോപ്ലെയിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്ക്. അതിന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു എൻഡിലേക്ക്, ഒരു പോയിന്റിലേക്ക് ഷാർപ്പൻ ചെയ്താണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവിടെ അത് ഫ്ലാറ്റൻഡ് ആണെങ്കിൽ എയർ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അതിന് ഫലമായിട്ട് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എയർ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീം ലൈനിങ് ചെയ്യുന്നുണ്ട്, സ്മൂത്തനിങ് ഉണ്ട്. അതേപോലെ ലൂബ്രിക്കൻസ് കൊടുക്കുന്നുണ്ട്. ലൂബ്രിക്കൻസ് കൊടുക്കുന്നു. യൂസ് ലൂബ്രിക്കൻസ്, പിന്നെ സ്മൂത്തനിങ്, സ്ട്രീം ലൈനിങ്. നാലാമത്തെ ബോൾ ബെയറിംഗ്. ബോളുകൾ കൊടുക്കുക. അതായത് രണ്ട് സർഫസ് ഉണ്ടെങ്കിൽ ആ രണ്ട് സർഫസിൻ്റെയും ഇടയിലായിട്ട് ചെറിയ ചെറിയ ബോളുകൾ കൊടുക്കുക. അങ്ങനെ ബോളുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പുള്ളി എന്ന് പറഞ്ഞാൽ കപ്പി, അതായത് കിണറിനൊക്കെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പി ഉണ്ടല്ലോ. മരത്തിൻ്റെ കപ്പിയാണെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മരത്തിൻ്റെ പുള്ളിയാണെങ്കിൽ ആ ബോളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോൾ ബെയറിംഗ്. ഈ സൈക്കിളിൻ്റെ വീലുണ്ടെങ്കിൽ ആ സൈക്കിളിൻ്റെ വീലൊന്ന് അയച്ചു നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ബോളുകൾ കാണാൻ പറ്റും. അപ്പോൾ ബോൾ ബെയറിംഗ് ഉണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം നമ്മൾ ഫ്രിക്ഷൻ ആവശ്യമുള്ള സ്ഥലത്ത് ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസ് ഹാർഡനിങ് ആക്കി മാറ്റുക. അതായത് ഇറഗുലാരിറ്റി ഉണ്ടാക്കുക. സർഫസിനെ റഫാക്കി മാറ്റുക. റഫ് സർഫസ് ആകുന്ന സമയത്ത് ഫ്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ സർഫസിനെ നാച്ചുറൽ മാറ്റുന്ന ഫ്രിക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രിക്ഷൻ നമുക്ക് നെസസറിയാണ്. ഇറ്റ് ഈസ് എൻ എവിൽ. ദെൻ വാട്ട് ഈസ് ദ ആക്ച്വൽ കോസ് ഓഫ് ഫ്രിക്ഷൻ? എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? ഫ്രിക്ഷൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത സമയത്താണ് മനസ്സിലായത്. ആദ്യമായിട്ട് സയൻറ്റിസ്റ്റ് എല്ലാം പറഞ്ഞത് ഇറഗുലാരിറ്റി ഓഫ് ദി സർഫസിൻ്റെ ഇറഗുലാരിറ്റി ആയിരുന്നു. അതായത് സർഫസ് റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ സർഫസ് ആണെങ്കിൽ അതിന് ഫലമായിട്ടായിരുന്നു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ നെഗ്ലിജിബിൾ ആണോ? ബട്ട് ഇൻ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് പ്രാക്ടിക്കലി ചെയ്ത സമയത്ത് വളരെ സ്മൂത്തായുള്ള രണ്ട് സർഫസ് ചേർത്ത് വെച്ചു. സമയത്ത് രണ്ട് ഗ്ലാസ് സ്ലാബ്, വലിയ രണ്ട് ഗ്ലാസ് സ്ലാബ് ചേർത്ത് വെച്ച് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ എയർ ഒന്നും കടന്നിട്ടില്ലെങ്കിൽ അത് രണ്ടും കൂടി എന്ത് ചെയ്യും? സ്റ്റിക്ക് ചെയ്തു പോകും. അതായത് അവിടെ റിലേറ്റീവ് മോഷൻ, ഫ്രിക്ഷൻ ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇറഗുലാരിറ്റി അല്ല, വീണ്ടും സ്റ്റഡി ചെയ്ത സമയത്താണ് ആക്ച്വൽ കോസ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞത് ദ അഡ്ഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ദി ഡിഫറെൻറ്റ് ബോഡീസ്. ഇവിടെ രണ്ട് ബോഡികൾ തമ്മിൽ, അതായത് ഒരു സർഫസിൽ മറ്റൊരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സർഫസിലെ മോളിക്യൂളും അതേപോലെ ഈ ബോഡിയിലെ മോളിക്യൂളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതായത് രണ്ട് ഡിഫറെൻറ്റ് ബോഡികൾ, രണ്ട് ഡിസിമിലർ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതാണ് അഡ്ഹസീവ് ഫോഴ്സ്.
കൊഹസീവ് ഫോഴ്സിന് എന്തായിരുന്നു? അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും. കൊഹസീവ് ഫോഴ്സ് എന്നാൽ ഒരേപോലുള്ള സർഫസിൽ, അതായത് വാട്ടർ മോളിക്യൂളാണെങ്കിൽ കൊഹസീവ് ഫോഴ്സാണ്. അഡ്ഹസീവ് ഫോഴ്സ് എന്നാൽ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ് മോളിക്യൂളും വാട്ടർ മോളിക്യൂളും നമ്മുടെ ഫോഴ്സ് അഡ്ഹസീവ് ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ സർഫസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സർഫസിലെ മോളിക്യൂളും അതേപോലെ തന്നെ ബോഡിയിലെ മോളിക്യൂളും നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ്, അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. സോ ദ ആക്ച്വൽ കോസ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ adhesive force between molecules of the different bodies. ആ ഡിഫറെൻറ്റ് ബോഡിയിലുള്ള മോളിക്യൂൾ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സിന് ഫലമായിട്ടാണ് ഫ്രിക്ഷൻ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രിക്ഷൻ ആണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ടൈപ്സ് ഓഫ് ഫ്രിക്ഷനിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാൽ? It is the frictional force between two bodies when they are at rest. രണ്ട് വസ്തുക്കളും റെസ്റ്റിലാവുന്ന സമയത്ത്, നിശ്ചലാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ആ രണ്ട് ബോഡിയുടെയും ഇടയിലുണ്ടാവുന്ന ഫോഴ്സാണ്, അല്ലെങ്കിൽ അതിന് ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് നിങ്ങൾ നോക്കിയേ, ഈ സർഫസിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സർഫസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ ടേബിളും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സർഫസ് തമ്മിൽ ഫോഴ്സ് ഉണ്ടല്ലോ. അത് നിങ്ങൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ, രണ്ട് ബോഡിയും റെസ്റ്റിലാവുന്ന സമയത്ത് ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷനാണ് എന്ത് വിളിച്ചത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെ സ്റ്റാറ്റിക്, അതായത് എല്ലാ ബോഡിയും ടെൻഡൻസി എന്താണ്? ടു കണ്ടിന്യൂ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്. എല്ലാ ബോഡിക്കും അതിൻ്റെ അതേ അവസ്ഥയിൽ തുടരാൻ തന്നെയാണ് താല്പര്യം. അതായത് നിങ്ങൾ രാവിലെയൊക്കെ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ നല്ല സീസണാണ്, രാവിലെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ താല്പര്യം എന്താ? നമുക്ക് ആ കിടത്തത്തിൽ ഉറക്കത്ത് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം, അല്ലേ? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലും നമ്മുടെ പരമാവധി, നമ്മൾ ആരെങ്കിലും വിളിച്ചാലും പരമാവധി കേൾക്കാത്ത പോലെ നമ്മൾ കിടക്കും, അല്ലെങ്കിലോ കേട്ടിട്ട് ഇപ്പോൾ എഴുന്നേൽക്കാൻ അറിയാം. അതായത് നമ്മൾ പരമാവധി റെസിസ്റ്റ് ചെയ്യും, ഓപ്പോസ് ചെയ്യും. അവിടെയും ഏതൊരു ബോഡിയാണെങ്കിലും എല്ലാ ബോഡിയും ടെൻഡൻസി എന്താണ്? ടു കണ്ടിന്യൂ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്. അതിന് ഇപ്പോഴുള്ള അവസ്ഥ ഏതാണോ അതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ആർക്കുള്ളത്? എല്ലാ ബോഡിക്കും ഉള്ളത്. അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണ്, നിങ്ങൾ ആ ബോഡിന് മേലെ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, ഒരു സ്മോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അത് പെട്ടെന്ന് മൂവ് ചെയ്യൂല. എന്താ സംഭവിക്കുക? ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആയി കഴിഞ്ഞു. ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്ത് ഫ്രിക്ഷനാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങളുടെ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷനിലും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മാക്സിമം ആയിട്ട് മാറുന്നത് ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ദെൻ ദ ബോഡി സ്റ്റാർട്ട്സ് ടു മൂവ്. ആ ബോഡി സാവധാനം മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പരമാവധി അത് മൂവ് ചെയ്യാതെ പരമാവധി അവിടെ തന്നെ കിടക്കാൻ, നിങ്ങളാണ് കിടക്കുന്ന സമയത്ത് പരമാവധി അവിടെ കിടക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു രക്ഷയില്ലെങ്കിലും എഴുന്നേറ്റ് പോകുള്ളൂ. അതേപോലെ ഈ ബോഡിയും, ഏത് ബോഡിയാണെങ്കിലും പരമാവധി എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? അത് സാവധാനം മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് അപ്ലൈ എ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു ബോഡി എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യില്ല. നമ്മുടെ ഫോഴ്സിന് ഈക്വലൻ്റ് ആയുള്ള എന്ത് ചെയ്യണം? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ബോഡി മൂവ് ചെയ്യില്ല. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ, ഇൻ ഓർഡർ ടു മൂവ് എ ബോഡി ഓവർ എ റഫ് സർഫസ് വി മസ്റ്റ് അപ്ലൈ എ ഫോഴ്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ബോഡി സാവധാനം മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? Limiting friction is the maximum value of static friction. ഓക്കെ, അപ്പോൾ ഒരു ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എന്താ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒരു ബോഡി മൂവ് ചെയ്താൽ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്താൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്ലൈഡ് ഫോഴ്സ് മാക്സിമം, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷന് മാക്സിമം ആവും. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്താൽ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രിക്ഷനാണ് ഏത്? കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ് വെൻ ദേ ആർ ഇൻ മോഷൻ.
രണ്ട് ബോഡിയും മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷനാണേത്? കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ് വെൻ ദേ ആർ ഇൻ മോഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലോ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ് വെൻ ദേ ആർ അറ്റ് റെസ്റ്റ്. രണ്ടും റെസ്റ്റിലാകുന്ന സമയത്തുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. രണ്ടും മൂവ് ചെയ്യുന്ന സമയത്തുള്ളത് ഏതാണ്? കൈനറ്റിക് ഫ്രിക്ഷനാണ്. അപ്പം മൂവ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ മൂവ് ചെയ്യാം. ഒന്ന് സ്ലൈഡ് ചെയ്യാം, ഇറങ്ങിപ്പോവാം. അതായത് സർഫസിലേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതാണ് സ്ലൈഡ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ നമുക്ക് വീണ്ടും രണ്ടാക്കി മാറ്റാം. ഒന്ന് സ്ലൈഡിങ് ഫ്രിക്ഷനാണ്, രണ്ടാമത്തേത് ഏതാണ്? അതായത് ഒരു സർഫസിൽ നമുക്ക് ഇറങ്ങിപ്പോവാം. രണ്ടാമത്തേതാണ് റോളിംഗ് ഫ്രിക്ഷൻ, ഉരുണ്ടു പോകുന്ന സമയത്ത് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. സ്ലൈഡിങ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഉരുളൽ ഘർഷണം, ഉരുണ്ടു പോകുന്ന സമയത്ത്. അതായത് വെഹിക്കിളിൻ്റെ ടയറെല്ലാം ഉരുണ്ടു പോവുകയാണെങ്കിൽ ആ വെഹിക്കിളിൻ്റെ ടയറും റോഡും നമ്മൾ ഏത് ഫ്രിക്ഷനാണ്? റോളിംഗ് ഫ്രിക്ഷനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ് റോളിംഗ് ഫ്രിക്ഷൻ. ശരിയല്ലേ? ശ്രദ്ധിച്ച് നോക്ക്, നമ്മളൊരു കാർ എടുക്കുന്ന സമയത്ത് ഒരു കാർ എടുക്കുന്നു, ആ കാറിൽ 4 വീലുണ്ട്, നല്ല എയറൊക്കെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ തള്ളുന്ന സമയത്ത് അത് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നത് അവിടെ ആ ടയറുകൾ ഇങ്ങനെ ഉരുളുക ചെയ്യുന്നത് അവിടെ റോളിംഗ് ഫ്രിക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മൂവ് ചെയ്യും. അതേസമയത്ത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നില്ല, ആ 4 വീലും അഴിച്ച് റിമൂവ് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് ആ കാറ് നിലത്ത് വെക്കുക, എന്നിട്ട് തള്ളി നോക്കുക. തള്ളി നോക്കിയാൽ മൂവ് ചെയ്യുമോ? ഇല്ലല്ലോ. എന്തേ? അവിടുത്തെ മോഷൻ എന്തായിട്ട് മാറി? സ്ലൈഡിങ് മോഷനായിട്ട് മാറി. അപ്പോൾ സ്ലൈഡിങ് ആവുന്ന സമയത്ത് ഫ്രിക്ഷൻ കൂടുതലാണ്, റോളിംഗ് ആവുന്ന സമയത്ത് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ ആദ്യമായിട്ട് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇവിടെ ഫ്രിക്ഷനാണ്. അതേസമയത്ത് എക്സ് ആക്സിലോ അപ്ലൈഡ് ഫോഴ്സാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് എക്സ് ആക്സിസ്. അപ്പോൾ ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവുന്നു. ഈ മാക്സിമം വാല്യൂ വിളിക്കുന്ന പേരാണ് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എഫ് എസ് മാക്സ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതാണ് എഫ് എസ് മാക്സ്. അപ്പോൾ ശ്രദ്ധിച്ച്, ഇവിടെ ഫോഴ്സ് മാക്സിമം ആവുന്നു. നിങ്ങൾ ഫോഴ്സ് വീണ്ടും അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എന്താ സംഭവിക്കും? പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മൂവ് ചെയ്യാൻ പിന്നെ ഇവിടെ ഇത്രയും സമയം ഇതേതായിരുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരുന്നു, റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ എന്തായിട്ട് മാറി? ഇപ്പോഴേത് ഫ്രിക്ഷനായിട്ട് മാറി? ഇവിടെ എത്തുമ്പം കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങളോട് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനൊക്കെ അല്പം കുറവായിരിക്കും കൈനറ്റിക് ഫ്രിക്ഷൻ. ശരിയല്ലേ? നിങ്ങൾ കാറ് തള്ളിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കൂടുതൽ ഫോഴ്സ് വേണ്ടത്. തുടങ്ങിയാൽ പിന്നെ അത്ര തന്നെ ഫോഴ്സ് വേണ്ടല്ലോ. അവിടെ എന്തേ കാരണം? തുടങ്ങുന്ന സമയത്ത് ഏത് ഫ്രിക്ഷനാണുള്ളത്? ലിമിറ്റിംഗ് ഫ്രിക്ഷനാണുള്ളത്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ അത്ര തന്നെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പം ഈ കൈനറ്റിക് ഫ്രിക്ഷൻ, ഇവിടെയുള്ള കൈനറ്റിക് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ അല്പം കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ആദ്യമായിട്ട് അപ്ലൈഡ് ഫോഴ്സ് 0 ആയപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് 0. പിന്നെ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം വാല്യൂ ആയിട്ട് മാറി. ആ മാക്സിമം വാല്യൂനെ വിളിച്ചത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്നിട്ടോ നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് സാവധാനം മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേത് ഫ്രിക്ഷനായിട്ട് മാറി? കൈനറ്റിക് ഫ്രിക്ഷനായിട്ട് മാറി. അപ്പോൾ ഇവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ ആവുന്ന സമയത്ത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ അല്പം കുറവായിരിക്കും. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രിക്ഷന് ലോസ് ഓഫ് ഫ്രിക്ഷന് നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ലോ ഞാൻ കോമൺ ആയിട്ട് മൊത്തമായിട്ട് പറയുന്നു. അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലും അതേപോലെ കൈനറ്റിക് ഫ്രിക്ഷനിലും ഡിഫറൻസ് ആയിട്ടുള്ള മാത്രം എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് മാത്രം. അപ്പോൾ ലോസ് ഓഫ് ഫ്രിക്ഷന് നിയമങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചോളൂ. ലോസ് ഓഫ് ഫ്രിക്ഷന് നിയമങ്ങൾ. ഒന്ന്, ഫ്രിക്ഷൻ ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ റിലേറ്റീവ് മോഷന് എന്ത് ചെയ്യുന്നു? റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി ഒരു ബോഡിയുടെ റിലേറ്റീവ് മോഷന് ഓപ്പോസ് ചെയ്യുന്നു.
എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. അത് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്? എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. രണ്ട് ബോഡികൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒന്നാമത്തെ എന്താണ്? ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. രണ്ടാമത്തത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ആരെ ഡിപ്പെൻഡ് ചെയ്യും? പറഞ്ഞോളൂ. ഡിപ്പെൻഡ്സ് ഓൺ nature of surfaces in contact. കോണ്ടാക്റ്റുള്ള സർഫസിന് നാച്ചുറൽ ഡിപ്പെൻഡ് ചെയ്യും. അതായത് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവാന്ന് ഞാൻ പറഞ്ഞു, റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പം ഈ സർഫസിനെ നാച്ചുറൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നാച്ചുറൽ മാറുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഓർ ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. തേർഡ് വൺ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ, ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇൻഡിപെൻഡൻ്റ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇൻഡിപെൻഡൻ്റ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. 3 കിട്ടി. നാലാമതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ, ആരെയാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ റിലേറ്റീവ് വെലോസിറ്റി ഓർ റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വരുന്നത്. അപ്പോൾ സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും ശരി, ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇൻഡിപെൻഡൻ്റ് ഓൺ ദി റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആര്? കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ദി റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 4 നമ്മൾ പറഞ്ഞു. ഒന്നെന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷൻ ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. രണ്ടാമത്തത് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. മൂന്നാമത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. നാലാമത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ശ്രദ്ധിച്ചോളൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. എന്തായിരുന്നു നോർമൽ റിയാക്ഷൻ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നോർമൽ റിയാക്ഷൻ, ആക്ഷൻ, റിയാക്ഷൻ. അപ്പം നോർമൽ റിയാക്ഷൻ, നോർമൽ എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ റിയാക്ഷൻ ആണ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ എന്താണ് നോർമൽ റിയാക്ഷൻ? ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബോഡി ഒരു സർഫസിൽ വെക്കുകയാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? സർഫസ് താഴേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അത് ആക്ഷനാണ്. അതേ സമയത്ത് ആ സർഫസ് മേലേക്ക് ഒരു ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നു, അതല്ലേ റിയാക്ഷൻ. അപ്പം ഒരു പ്ലെയിൻ സർഫസിൽ ഒരു ബോഡി ഒക്കെ ആണെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഒരു പ്ലെയിൻ സർഫസിൽ ഒരു ബോഡി ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്, അത് mg ആണ്. ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാലോ ഈ സർഫസ് മേലേക്ക് എക്സർട്ട്, ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ നോർമൽ റിയാക്ഷൻ n = mg ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നോർമൽ റിയാക്ഷൻ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്ക്, വെയിറ്റ് കൂടി കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ കൂടും, വെയിറ്റ് കുറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ കുറയും. അപ്പം ശ്രദ്ധിച്ചോ, 1 കിലോഗ്രാം, അത് നിങ്ങൾ ഒരു ടോയ് കാർ എടുക്കാം. ഒരു ടോയ് കാറിന് മൂവ് ചെയ്യിക്കണമെങ്കിൽ ആവശ്യമായ ഫോഴ്സ് വളരെ കുറച്ച് പോരെ. വളരെ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ആ ടോയ് കാർ മൂവ് ചെയ്യും. അതേസമയം നമ്മൾ ഒരു ബെൻസ് കാർ എടുക്കുന്നെങ്കിലോ ആ ടോയ് കാറിന് മേലെ അപ്ലൈ ചെയ്ത അതേ ഫോഴ്സ് ഉപയോഗിച്ചാൽ ഈ ബെൻസ് കാർ മൂവ് ചെയ്യോ? ഇല്ല. എന്തേ കാരണം? ബെൻസ് കാറിന് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ കൂടുതലാണ്. നോർമൽ റിയാക്ഷൻ കൂടി കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും, നോർമൽ റിയാക്ഷൻ കുറഞ്ഞാലോ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയും. അപ്പോൾ നമുക്കെന്ത് പറയാം? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ് F = നമുക്ക് എന്ത് എഴുതാം? മ്യൂ. ആരാണ്? മ്യൂ. മ്യൂ എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ മ്യൂ. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. മ്യൂ എന്താണ്? മ്യൂ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് മ്യൂ. അപ്പം ഇവിടെ നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് ആണെങ്കിൽ Fs = μs × n, where μs is the coefficient of static friction. അതേപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ Fk = μk × n, μk is the coefficient of kinetic friction. ഓക്കെ,
അപ്പം ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്പം നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു ഈ എൻ കൊടുത്താൽ എന്ത് എഴുതാം? എഫ് ബൈ എൻ. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. ആ നോർമൽ റിയാക്ഷൻ എന്തിന് ഈക്വൽ ആണ്? വെയിറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച്, ന്യൂമറേറ്റർ യൂണിറ്റും ഡിനോമിനേറ്റർ യൂണിറ്റും രണ്ടും സെയിം ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എങ്ങനെ ഓരോ സർഫസിനും ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞു. ഫ്രിക്ഷൻ ആദ്യമായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആയിരുന്നു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, സ്ലൈഡിങ്ങും റോളിങ്ങും. പിന്നെ അതിന് ശരി ഒരു വാരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. അതിനുശേഷമായിട്ട് ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ ലോസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫ്രിക്ഷൻ ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് എ ബോഡി. രണ്ടാമത്തതോ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. തേർഡ് വൺ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഫോർത്ത് വൺ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ റിലേറ്റീവ് സ്പീഡ്. അഞ്ചാമത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ വരും, എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചു. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എൻ. എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷനാണ്. ഒരു പ്ലെയിൻ സർഫസിലാണെങ്കിൽ, ബോഡി പ്ലെയിൻ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ എം ജി താഴേക്കാണെങ്കിൽ നോർമൽ റിയാക്ഷൻ മേലൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എം ജി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ മേലെ, ഒരു സർഫസിന് മേലെ കൂടെ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സിന് ഫലമായിട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് എഫ് ബൈ എം. എഫ് ഫിസിക്കലി എം എ ആണ്. ഇവിടെ നിന്നാണ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പ്ലെയിൻ സർഫസിൽ ഒരു ബോഡി വെച്ചു. ഈ ബോഡിന് മേലെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇത് അപ്ലൈഡ് ഫോഴ്സ് എഫ് എ, എഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതാണ് എഫ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? അപ്ലൈഡ് ഫോഴ്സ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതല്ലേ ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് എഴുതാം ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഓവർ എ റഫ് സർഫസ്. റഫ് സർഫസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ ഫോഴ്സ് എഫ് അപ്ലൈഡ് മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എം ജി ബൈ എം. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് അപ്ലൈഡ് ബൈ മാസ് മൈനസ് മ്യൂ ജി. ദിസ് ഈസ് ദ ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് എ ബോഡി. അപ്പോൾ ഒരു ബോഡി ഒരു പ്ലെയിൻ സർഫസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആക്സിലറേഷൻ ആണ് എഫ് അപ്ലൈഡ് ബൈ മാസ് മൈനസ് മ്യൂ ജി. നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇഫ് ദ സർഫസ് ഈസ് ഫ്രിക്ഷൻലെസ്, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച ഈ ടേം 0 ആയി പോകും. ഈ ടേം 0 ആയാൽ എഫ് ബൈ എം നേരത്തെ കിട്ടിയ വാല്യൂ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഈസ് ദ ആക്സ് ഓർ റിട്ടാർഡേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ എഫ് ഈക്വൽ ടു മൈനസ് മ്യൂ ജി ആണ്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഫലമായിട്ട് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവാണ് കിട്ടിയത്, വിച്ച് മീൻസ് ദാറ്റ് റിട്ടാർഡേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ജി ആണ്. അപ്പം ഈ റഫ് സർഫസ് ആണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഈ ആക്സിലറേഷൻ റിട്ടാർഡേഷൻ കൂടുതലാണ്. അപ്പം നെറ്റ് ആക്സിലറേഷൻ കുറവായിരിക്കും. അപ്പം റഫ് സർഫസ് ആകുന്ന സമയത്ത് സ്പീഡ് കുറവായിരിക്കും, അവിടെ റിട്ടാർഡേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ റഫ് സർഫസിലൂടെ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ അപ്ലൈഡ് ഫോഴ്സ് ഒരു ബോഡിയുടെ മാസ് പറഞ്ഞിരിക്കുന്നത് ബോഡിയുടെ മാസ് 2 കിലോഗ്രാമാണ്. അപ്ലൈഡ് ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ് ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞിരിക്കുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മ്യൂവിൻ്റെ വാല്യൂ 0.2 ആണ്.
വാട്ട് ഈസ് ആക്സലറേഷൻ? ഇതിൻ്റെ ആക്സലറേഷൻ എത്രയായിരിക്കും? ഈ ബോഡിയുടെ റഫ് സർഫസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ 0.2 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ, നെറ്റ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് 20 ബൈ മാസ് 2 മൈനസ് μ ഇൻറ്റു ജി 10 ആണ്. അപ്പോൾ 20/10, 20/2 മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ 0 ആയിരുന്നുവെങ്കിൽ എന്താ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കിട്ടിയ 10 തന്നെ കിട്ടിയായിരുന്നു. ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് എന്തായിട്ട് മാറി? ആക്സിലറേഷൻ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അടുത്തൊരു സ്പെഷ്യൽ കേസ്, അടുത്തൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ഒരു ബോഡിയുടെ മാസ് 2 കിലോ തന്നെ, അപ്ലൈഡ് ഫോഴ്സ് 4 ന്യൂട്ടൺ. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ μ ഇസ് ഈക്വൽ ടു 0.5. ഇങ്ങനെയാണെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു എത്രയുടെ? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിച്ച് നോക്കണേ, എ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് 4 ബൈ മാസ് 2 മൈനസ് മ്യൂൻ്റെ വാല്യൂ 0.5 ഇൻറ്റു ജി 10. That is equal to 4/2 minus 5 equal to -1. -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യൂല. കാരണം എന്താ? ഇവിടുത്തെ അപ്ലൈഡ് ഫോഴ്സ് 4 ന്യൂട്ടൺ ആണ്. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to μmg എന്നാണ്. എത്രയാ? 0.5, m എത്രയാ? 2, g എത്രയാ? 10. അപ്പോൾ നമുക്ക് 10 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ 10 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ഫ്രിക്ഷൻ മാക്സിമം, അതായത് ഏത് മാക്സിമം വാല്യൂ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് 10 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ ഇത് മൂവ് ചെയ്യണമെങ്കിൽ 10 ന്യൂട്ടണോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് കിട്ടുക എന്ന് പറഞ്ഞാലും ആക്സിലറേഷൻ 0 കിട്ടുക എന്ന് പറഞ്ഞാലും ദാറ്റ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു മൂവ് ദാറ്റ് ബോഡി. അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത ഈ 4 ന്യൂട്ടൺ ഉപയോഗിച്ച് ഒരിക്കലും ഈ ബോഡിയെ മൂവ് ചെയ്യിക്കാൻ കഴിയില്ല. സോ ഇൻ ഓർഡർ ടു മൂവ് എ ബോഡി വി മസ്റ്റ് അപ്ലൈ എ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ ഇവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രയാണ്? 10 ന്യൂട്ടൺ. ഈ 10 ന്യൂട്ടനേക്കാൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ബോഡി മൂവ് ചെയ്യുള്ളൂ. ശരിയല്ലേ? അപ്പം ഇവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഈ ബോഡി മൂവ് ചെയ്യും. അതർവൈസ് ദാറ്റ് ബോഡി cannot move. That is why we get a negative value. This negative shows that the frictional force is greater than the applied force. That is why that body cannot move. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്സിലറേഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 0 കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ബോഡി cannot move. ആ ബോഡി എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് അവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ പഠിച്ചു. എന്തിൻ്റെ ഫലമായുള്ള ആക്സിലറേഷൻ ആണ്? ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ബൈ ദി ഫ്രിക്ഷൻ. ഒരു റഫ് സർഫസിൽ ബോഡിയുടെ ആക്സിലറേഷൻ പഠിച്ചു. ഇനി നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താ നോക്കാം. നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പം ഒരു ബോഡി റഫ് സർഫസിലാണെങ്കിൽ ഈ റഫ് സർഫസിലാണെങ്കിൽ ഇതിൻ്റെ മാസ് m ആണെങ്കിൽ വെയിറ്റ് mg താഴേക്ക്. ഇതിനെ നോർമൽ റിയാക്ഷൻ നമുക്ക് മേലെ അടയാളപ്പെടുത്താം. നോർമൽ റിയാക്ഷൻ ഇതാണ്. നോർമൽ റിയാക്ഷൻ ഡയറക്ഷനാണ് ഈ കാണിച്ചത്. ഇങ്ങോട്ടാണ് അപ്ലൈഡ് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഇതാണ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുമല്ലോ. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് നമുക്ക് വിളിക്കാം റിസൾട്ടൻ്റ് റിയാക്ഷൻ. അപ്പോൾ റിസൾട്ടൻ്റ് റിയാക്ഷൻ ഈസ് ദ സം ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. അതെങ്ങനെ? പാലോഗ്രാം ലോ. അതായത് നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ പാലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു, അതിനെ ഡയഗണൽ റെപ്രസെന്റ് ചെയ്തു. ഈ ഡയഗണലാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? The sum of frictional force and normal reaction. നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും സം നമുക്ക് എന്ത് വിളിക്കാം? റിസൾട്ടൻ്റ് റിയാക്ഷൻ. അപ്പോൾ റിസൾട്ടൻ്റ് റിയാക്ഷൻ ഈസ് ദ സം ഓഫ്
frictional force and normal reaction. The angle between normal reaction and resultant reaction is called angle of friction. But angle of friction is the angle between normal reaction and resultant reaction. ഈ നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് റിയാക്ഷൻ്റെയും ഇടയിലുള്ള ആംഗിളിനാണ് എന്ത് വിളിച്ചത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടൻ്റ് റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ സൈഡ് എന്ന നോർമൽ റിയാക്ഷൻ n ആണ്. ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഈ സൈഡും എന്ത് തന്നെയായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് F തന്നെയാണല്ലോ, ആണോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം നോർമൽ റിയാക്ഷൻ നമുക്കറിയാം, ഫ്രിക്ഷണൽ ഫോഴ്സും അറിയാമെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഫ്രം ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് F ബൈ അഡ്ജസൻറ്റ് സൈഡ് നോർമൽ റിയാക്ഷൻ N. എന്താ F ബൈ N? എഫ് ബൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, എഫ് ബൈ എന്ന് പറഞ്ഞാൽ എഫ് ഫിസിക്കൽ മ്യൂ എൻ ആണ്. എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ. ദാറ്റ് ഈസ് ബട്ട് എഫ് ബൈ എൻ ഈസ് ഈക്വൽ ടു മ്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച്, ഇവിടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം റിസൾട്ടൻ്റ് റിയാക്ഷൻ അറിയണം. റിസൾട്ടൻ്റ് റിയാക്ഷൻ ഈസ് ദ സം ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഈ റിസൾട്ടൻ്റ് റിയാക്ഷനും നോർമൽ റിയാക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് വിളിച്ചത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കാണാൻ വേണ്ടി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഒരു ടേം കൂടി പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ അടുത്ത ക്ലാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പറയാനുള്ളത് ആംഗിൾ ഓഫ് റീപോസ്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയേണ്ടത്? ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്, ഞാൻ ആദ്യമായിട്ട് ഒരു പ്ലെയിൻ സർഫസ് എടുത്തു. ഈ പ്ലെയിൻ സർഫസിന് മേലെ ബോഡി വെച്ചാൽ ആ ബോഡി അവിടെ തന്നെ നിൽക്കും. ഇനി ഞാൻ ഈ പ്ലെയിൻ സർഫസിനെ ഇങ്ങനെ ഗ്രാജ്വലായിട്ട് ഒരു ഭാഗം പൊക്കിയാൽ, അതായത് ഇങ്ങനെയുള്ള സർഫസാണ്, ഇവിടെ ഞാൻ ബോഡി വെച്ചാൽ ബോഡി കറക്റ്റ് നിൽക്കുന്നുണ്ട്. ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയാൽ ഈ സർഫസിലുള്ള ബോഡി സാവധാനം താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ ഈ സൈഡ് പൊക്കി ഇൻക്ലൈൻഡ് സർഫസായി മാറി, ചരിഞ്ഞ പ്രതലമായിട്ട് മാറി. ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരുന്നു, ഇപ്പം എന്തായിട്ട് മാറി? ഞാൻ ഈ സൈഡ് മാത്രം പൊക്കിയ സമയത്ത് എന്തായിട്ട് മാറി? ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിട്ട് മാറി. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മേലുള്ള ബോഡി സാവധാനം എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ടേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക് ആണെങ്കിൽ അതിന് മേലെ ബുക്ക് വെക്കുക. എന്നിട്ട് രണ്ടിങ്ങനെ പിടിച്ച് പൊക്കി നോക്കിയാൽ എന്താ സംഭവിക്കുക? ആ ടേബിളിൻ്റെ മേലുള്ള ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ ഈ ഭാഗം പിടിച്ച് റൈസ് ചെയ്തു, ഈ ഭാഗം പിടിച്ച് പൊക്കിയ സമയത്ത് ഇങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് എന്ത് ചെയ്തു? ഇതിൻ്റെ മേലൊരു ബോഡി ഉണ്ട്, ഈ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ആംഗിൾ ഓഫ് റീപോസ് ഞാൻ ആൽഫ എന്ന് വിളിച്ചു. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഇടയിലെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനും പ്ലെയിൻ സർഫസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചരിഞ്ഞ പ്രതലത്തിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. എന്താ കണ്ടീഷൻ പറഞ്ഞത്? സോ ദാറ്റ് എന്താ പറഞ്ഞത്? ദ ബോഡി ഓൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. അതായത് ഈ ചരിഞ്ഞ പ്രതലത്തിലുള്ള ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. മൂവ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, അങ്ങ് മൂവ് ചെയ്ത് പോകുന്നില്ല, മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പറയാം, ആംഗിൾ ഓഫ് റീപോസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻസ്. ആംഗിൾ ബിറ്റ്വീൻ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻസ് എന്താണ്? സോ ദാറ്റ്, എന്താ കണ്ടീഷൻ? സോ ദാറ്റ് ദ ബോഡി ഓൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ മേലെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ്, ആ സമയത്തുള്ള ആംഗിളാണ് എന്ത് വിളിച്ചത്? ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻസ് സോ ദാറ്റ് ദ ബോഡി ഓൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു മൂവ്. അപ്പോൾ ഇവിടെ ആംഗിൾ നമുക്ക് കിട്ടിയെങ്കിൽ ഇനി ശ്രദ്ധിച്ച് നോക്ക്, ഇത് ഒരു ബോഡി ആണെങ്കിൽ ഇതിന് വെയിറ്റ് mg എപ്പോഴും താഴേക്കാണ് ഉണ്ടാവുക, ശരിയല്ലേ? നോർമൽ റിയാക്ഷനോ? ഈ സർഫസ്, ഈ ഇൻക്ലൈൻഡ് സർഫസ് ആണ് ഈ ബോഡിയുടെ മേലെ ഒരു നോർമൽ റിയാക്ഷൻ എക്സേർട്ട് ചെയ്യുന്നത്.
അത് നോർമൽ റിയാക്ഷൻ ആണ്. അതായത് റിയാക്ഷൻ ഈ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് വിച്ച് ഈസ് നോർമൽ ടു ദി സർഫസ് നോർമൽ ആണ്. അപ്പോൾ ഈ സർഫസിന് നോർമലായിട്ട് ഇത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് നോർമൽ റിയാക്ഷൻ. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ നോക്ക്, നമുക്ക് ഈ വെയിറ്റ് mg നമുക്ക് രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. Any vector can be expressed as sum of two mutually perpendicular components. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കോമ്പണന്റ് ഈ സർഫസിന് പാരലൽ ഈ കോമ്പണന്റും രണ്ടാമത്തെ ഇതിന് പെർപെൻഡിക്കുലർ ഈ കോമ്പണന്റും. ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? ആൽഫ. എന്തേ കാരണം? ഇത് ഒരു ലൈൻ, അതിന് പെർപെൻഡിക്കുലർ ആണ് ഈ റെഡ് ലൈൻ. ഇത് മറ്റൊരു ലൈൻ, അതിന് പെർപെൻഡിക്കുലർ ഈ ബ്ലൂ ലൈൻ. രണ്ട് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലേഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയാണ്? ആൽഫ. ഇത് ആൽഫ ആണെങ്കിൽ ഈ കോമ്പണന്റ് ആരാ? mg കോസ് ആൽഫ എന്ന് എഴുതാം. ഇതോ mg സൈൻ ആൽഫ. അതായത് mg ആണ് നമ്മൾ റിസോൾവ് ചെയ്തത്. mg റിസോൾവ് ചെയ്ത സമയത്ത് എന്ത് കിട്ടി? ആംഗിളിന്റെ അടുത്തുള്ളത് mg കോസ് ആൽഫ, ഓപ്പോസിറ്റ് mg സൈൻ ആൽഫ. ഇനി ഇത് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിൽക്കാനുള്ള കണ്ടീഷൻ എന്താ? ഈ ബോഡി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ബോഡി മോഷൻ താഴേക്കാണ്. അപ്പോൾ ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. അത് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി, അവിടെ നിൽക്കുന്നു. ഇക്വിലിബ്രിയം ആണെങ്കിൽ അപ്പോൾ നമുക്കെന്ത് പറയാം? മൂവ് ചെയ്യാൻ തുടങ്ങി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മേലേക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു താഴേക്കുള്ള mg സൈൻ ആൽഫ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് mg സൈൻ ആൽഫക്ക് ഈക്വലാണ്. അത് മാത്രം പോരാ, ഈ മേലേക്കുള്ള n എന്തിന് ഈക്വൽ ആവണം? താഴേക്കുള്ള കോമ്പണന്റ് ആരാ? mg കോസ് ആൽഫ. ഇത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് അവിടെ ജസ്റ്റ് അവിടെ നിൽക്കുള്ളൂ. ഇനി f/n എടുത്താൽ എന്താ കിട്ടുക? f/n ഈസ് ഈക്വൽ ടു mg സൈൻ ആൽഫ ബൈ mg കോസ് ആൽഫ. mg കിട്ടും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താ? ടാൻ ആൽഫ. എന്താ f/n? ബട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ് f/n ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu. സോ വി ഹാവ് ട്രൈഡ് mu ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റിപ്പോസ്. നേരത്തെ കിട്ടിയ എന്തായിരുന്നു? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന സമയത്ത് mu ഈസ് ഈക്വൽ എന്തായിരുന്നു? ടാൻ തീറ്റ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇവിടെ കിട്ടിയ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റിപ്പോസ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റിപ്പോസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് റിപ്പോസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചില പ്രോബ്ലത്തിലൊക്കെ ഇവിടെ ഈ ആൽഫയുടെ സ്ഥാനം തീറ്റ എന്ന് തന്നെ എടുക്കുക. കാരണം ആൽഫയും തീറ്റയും എന്താണ്? ഈക്വൽ ആണ്. കാരണം ആംഗിൾ ഓഫ് റിപ്പോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആണ്. അപ്പോൾ ഫ്രിക്ഷൻ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ ഈ തിയറി കറക്റ്റ് പഠിച്ചു വരണം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫ്രിക്ഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത് കറക്റ്റായിട്ട് പഠിച്ചു തരിക. എങ്കിൽ അടുത്ത ക്ലാസ് കുറച്ച് പ്രോബ്ലം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.